ഇന്ന് നമുക്കൊരു ഈസി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇൻഗ്രീഡിയൻസിലോട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസ്, കാഷ്യൂനട്ട്, പിന്നെ ഒരു 3 വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാല്, പിന്നെ കുറച്ച് ഏലക്ക ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു 4 ചെറിയ ഏലക്ക, പിന്നെ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 3 ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ചോപ്പ് ചെയ്തിരിക്കുന്നത് ചെറിയ ക്യൂബ്സായിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. അത് കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ ആ 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. ഗീ ഒന്ന് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂബ്സ് ആയിട്ടുള്ള ക്യാരറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ക്യാരറ്റ് നമുക്ക് 3 വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി മാറ്റാം. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ പാല്, ഞാൻ 1/2 ലിറ്റർ പാല്, കട്ടിപ്പാലാണ്. ഞാനിവിടെ ദുബായിലായതുകൊണ്ട് പാലിന് നല്ല കട്ടിയുള്ള പാല് കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ച് കൂട്ടാം. ഇതിപ്പോൾ ഒരു 4 പേർക്ക് സെർവ് ചെയ്യാൻ ഇത്രയും ക്വാണ്ടിറ്റി മതി. പിന്നെ ക്യാരറ്റ് ആയതുകൊണ്ട് കുറച്ച് ഹെൽത്തിയുമാണ്. ഒത്തിരി മധുരം കാണത്തില്ല, ക്യാരറ്റിൻ്റെ മധുരവും കൂടെ കിട്ടും. നമുക്ക് ഒരുപാട് ഷുഗറും ഇടേണ്ടി വരത്തില്ല. അപ്പം ഞാൻ ഈ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 to 6 ഞാനൊരു 5 വിസിലാണ് കേട്ടോ. 5 to 6 ആയാലും കുഴപ്പമില്ല. 5 to 6 വിസിൽ കേൾക്കാം. എന്നിട്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല മണമാണ്. കാര്യം ഗീൻ്റെയും ക്യാരറ്റും കൂടെ ആകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ നമ്മുടെ പാലിൻ്റെയും എല്ലാം കൂടി ഒരു നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ല ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ഫുഡ് സ്മാഷർ കൊണ്ട് ഞാനിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കയ്യിൽ സ്പൂണാണെങ്കിൽ ക്യാരറ്റ് ഓൾറെഡി വെന്തിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് കട്ടിയുള്ളൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക ക്യാരറ്റ്. ഈ സ്മാഷറാണ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഈ കുറച്ച് വലുതായിട്ട് കിടക്കുന്ന പീസൊക്കെ നന്നായിട്ട് ഉടയ്ക്കണം. കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണിപ്പോൾ ചെറുതായിട്ട് പീസായിട്ട് തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉടയ്ക്കേണ്ട. പക്ഷെ ഞാൻ ഇത്തിരി മക്കളൊക്കെ കഴിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം, നന്നായിട്ട് ഉടയ്ക്കണം. ഇപ്പം എൻ്റെ ഇത് പാല് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇതിനൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വറ്റിക്കോളും. ചെറുതായിട്ട് ചെറിയ തീയിലൊന്ന് വറ്റിച്ച് കൊടുക്കണം. ഇനി പഞ്ചസാര നമ്മൾ ഇനിയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാര ഈ പാലിൽ കുറുകി ഈ നമ്മുടെ ക്യാരറ്റിൽ ആ ടേസ്റ്റ് വരണം. അപ്പോൾ അതിൽ ഇങ്ങനെ ഞാൻ ഉടച്ചിങ്ങനെ അത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞ് വന്നോളും. കാര്യം 5 വിസിൽ കേൾക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് വന്നോളും. ഇതിലിനി നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ബൗൾ ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ എടുക്കുന്നത് നമുക്ക് ചെറിയ വൈറ്റ് ജാഗരി യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വൈറ്റ് ഷുഗറും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഷുഗറും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തിട്ട് ഒരു തിളയൊക്കെ വരും, അതൊന്ന് വറ്റിച്ചെടുക്കുക. നമ്മുടെ മെയിൻ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഹൽവയ്ക്ക്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വറ്റിച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ 4 ഏലക്ക പൊടിച്ചത് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ചെറിയ ഏലക്കയാണ് കേട്ടോ, ഒത്തിരി വലിയ 4 ഏലക്കയല്ല, ചെറിയ 4 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഒന്ന് സിമ്മിൽ വയ്ക്കാം. സിമ്മിൽ വെച്ച് ഇത് സൈഡിൽ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള നെയ്യിൽ നമുക്ക് കുറച്ച് വറുത്തെടുക്കാനുണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ നെയ്യ് ആ പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സ് കുറച്ചെടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ബദാം ഞാൻ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒത്തിരി വലുതായ പിള്ളേരൊന്നും കഴിക്കത്തില്ല ചിലപ്പോൾ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത നമ്മുടെ ബദാമാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട്. ഈ 3 നട്ട്സാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർക്കാം കേട്ടോ. ഏത് നട്ട്സ് ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും. പിസ്ത വേണേലും ചേർക്കാം നമുക്ക്. ഞാൻ എന്നിട്ട് ഈ കിസ്മിസ് ആഡ് ചെയ്ത് എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ക്യാരറ്റ് സിമ്മിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ സമയം കൊണ്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. ക്യാരറ്റ് ചെറിയൊരു സിമ്മിൽ വേണം ഇട്ടിരിക്കാൻ. കാര്യം നമ്മൾ ഒത്തിരി നെയ്യൊന്നും ചേർക്കുന്നില്ല ഇതിൽ, അപ്പം അടിയിൽ പിടിക്കാനും ചാൻസ് കൂടുതലാണ്. ഇത് ക്യാരറ്റ് ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. പാല് നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുറച്ച് പാലൊഴിച്ചാൽ നല്ല ഇതായിട്ട്, പക്ഷെ പാല് കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ക്യാരറ്റ് കണ്ടോ വറ്റി ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇതിന് ഇനി വറ്റിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ ഭയങ്കര നല്ലത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് വറ്റിക്കുവാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് വരും. പക്ഷേ ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുമ്പോൾ ഓൾറെഡി ഇത് തിക്കാവും. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിൽ ഒത്തിരി നെയ്യൊന്നും ഇടണ്ട കേട്ടോ ഇനി. അപ്പം ഞാൻ ആ നട്ട്സ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നട്ട്സ് എല്ലാം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ ടേസ്റ്റാണ്. ഞാൻ ഐസ്ക്രീമിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇമ്പ്രസ് ചെയ്യാൻ ബെസ്റ്റ് ഒരു എന്താ പറയുക സ്വീറ്റ് ഡിഷാണ്. മോനിതേ കഴിച്ച് നോക്കുന്നുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ട്രൈ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻസിലൂടെ ഫീഡ്ബാക്ക് പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഓൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ടേക്ക് കെയർ. ബൈ.